അവളെന്റെ ഇളയ മരുമോളല്ല, എന്റെ ശനി മരുമകളാ. എടി പൂർണിമേ, നീ എവിടെ പോയി കിടക്കാടി? ഇങ്ങോട്ട് വാടി. ദാ വരുന്നു അമ്മേ. അമ്മ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, റൂം തുടക്കുമായിരുന്നു. നീ റൂം തുടയ്ക്കുമായിരുന്നോ? അതോ എന്റെ മോനെ പാട്ടിലാക്കാൻ വേണ്ടി നോക്കുമായിരുന്നോടി? അയ്യോ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. അതെന്റെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ടല്ലോ. നിന്റെ സാരി തുമ്പേലും പിടിച്ച് അവനിങ്ങനെ നടക്കുന്നുണ്ടല്ലോ. നാണം കെട്ട പെൺകോന്തൻ. നീ എങ്ങനെയാടാ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞേ? അമ്മ, ഞാനത് വേണമെന്ന് വിചാരിച്ച് പിടിച്ചതല്ല അമ്മ. താഴെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. സാരിയിൽ വെറുതെ വെള്ളം ആകണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ചുമ്മാ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ച. പെണ്ണിന്റെ സാരി തുമ്പ് പിടിച്ച് നടക്കാൻ ഒരു നാണമില്ലടാ നിനക്ക്. എടി, നീ സത്യം ചെയ്ത ശേഷം പിന്നെ അവനെ പാട്ടിലാക്കാൻ നോക്കുന്നതിന് എന്താ ശിക്ഷ കിട്ടുമെന്ന് അറിയോ നിനക്ക്? നാളെ മുതൽ പൊന്നുമോക്ക് ഒരു നേരെ ഭക്ഷണമുള്ളൂ. അതും എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ. അയ്യോ, കഷ്ടമുണ്ട് കനകം. എന്തിനാ മരുമോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഇവളൊന്നൊരു മരുമോളല്ല, നാശങ്ങളാ. അതിരിക്കട്ടെ, ഈ നാശങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. അവൾ എവിടെ പോയിരിക്കുവാ? സാമ്പാറേ, എടി സാമ്പാറേ. നിന്റെ കെട്ടിയോ ഞാനല്ലടി, ഇവളാ നിനക്ക് കറക്റ്റ്. ഗോവിന്ദൻ നല്ലൊരു പെണ്ണിനെ കണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. വാ മോളെ വാ, ഞങ്ങളെ ഈ കഷ്ടപ്പാടിന്ന് രക്ഷിക്കാൻ വന്ന ഭഗവതിയാ നീ. വാ വാ. എന്താടി നിനക്ക് നടക്കാനൊരു അമാന്തം? എന്തുവാടി നീ മനസ്സിൽ ആലോചിക്കുന്നേ? മനസ്സിൽ വിചാരിച്ച കാര്യം ഞാൻ പിന്നെ പറയാം. ഇവിടെ ഭയങ്കര ചൂടാണല്ലേ, എനിക്ക് നന്നായി വേർക്കുന്നു. നിങ്ങളുടെ പിച്ചത്തരം കാരണം ഫാന്റെ സ്പീഡ് നമ്പർ 1-ലാ. അതെങ്ങനെ കറങ്ങിയിട്ട് എപ്പ കാറ്റ് കിട്ടാനാ? കുറച്ച് സ്പീഡ് കൂട്ട് മിസ്റ്റർ പീതാംബരൻ. ഗോ ആൻഡ് ഇൻക്രീസ് ദ ഫാൻ സ്പീഡ്. അതെ, നീ ഇംഗ്ലീഷിലങ്ങ് ഓർഡർ ഇട്ട് കഴിഞ്ഞാലേ ഞങ്ങള് ഭയന്ന് ഓടുന്ന് വിചാരിച്ചോ നീ? ഹലോ, ഈ വീട്ടിലെ മരുമകളാ ഞാൻ. ഞാനിവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. ഇത്രയും നാൾ ഇവരെ ഭരിപ്പിച്ചതൊക്കെ മതി. ആദ്യം ആ ഫാന്റെ സ്പീഡ് ഒന്ന് കൂട്ട്. എന്ത് അഹങ്കാരാടി നിനക്ക്! ആദ്യം നിന്നെയല്ല പറയണ്ടേ, അവനെവിടെ? എടാ ഗോവിന്ദാ, ഗോവിന്ദാ! അമ്മേ, ഏയ്, അയ്യോ അമ്മേ. എങ്ങോട്ടാ എങ്ങോട്ടാ ഇത്ര സ്പീഡിൽ തുള്ളി ചാടി നിങ്ങൾ പോകുന്നേ? അത് അമ്മ വിളിച്ചില്ലേ? ഹലോ, അമ്മയൊക്കെ ഇന്നലെ വരെയുള്ളൂ. ഇന്നു മുതൽ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമല്ലേ. ഈ പേടിയൊക്കെ മാറ്റിയിട്ട് സ്ട്രോങ് ആയി നിൽക്കേ. എടാ ഗോവിന്ദാ, അമ്മേ, അവള് നിന്നോട് നിക്കാൻ പറഞ്ഞാ നീ അവിടെ നിക്കുവല്ലേ? വാടാ ഇങ്ങോട്ട്, വന്ന് ഇവിടെ നിക്കടാ. ഒരു പ്രാവശ്യം അമ്മയുടെ അടുത്ത് പോയിട്ട് എന്താ കാര്യം ചോദിച്ചിട്ട് വരാം. ഇവിടുന്ന് നിങ്ങൾ പോയാ പിന്നെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്ന അറിയില്ല. എടാ ഗോവിന്ദാ, ഇങ്ങോട്ട് വരാൻ. ഇവിടെ നിക്ക്. വരാൻ. നിക്ക്. എടാ വാ. നിക്കാൻ. വാ. സോറി അമ്മേ, ഞാനും അമ്മയുടെ മരുമകള് പറയുന്നല്ലേ കേൾക്കേണ്ടത്. അച്ഛൻ അമ്മ പറയുന്നല്ലേ കേൾക്കാറുള്ളൂ. ഞാൻ എന്ത് ഈ കേക്കുന്നേ? നീ എന്ത് മായാജാലാടി ഒപ്പിച്ചേ? നിന്റെ സാമ്പാറിൽ നീ എന്താടി കലക്കി കൊടുത്തത് എന്റെ മോന്? അല്ല, അവനെവിടെ പോയി? എടാ തിരുപ്പതി! അമ്മേ അമ്മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടമ്മേ. ഞാൻ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. നീയാടാ എല്ലാ പ്രശ്നത്തിന്റെയും മൂല കാരണക്കാരൻ. അല്ലെങ്കിൽ പിന്നെ ഈ ലതയെ വിളിച്ചോണ്ട് വന്ന് എന്റെ തല കെട്ടി വെക്കില്ലല്ലോ. പ്രേമിച്ചൊളിച്ചോടി കട്ടോണ്ട് വന്നതല്ലേ അവളെ നീ. നിന്നെ കണ്ടതേ നിന്റെ അനിയന്മാരും അത് തന്നെ. പ്രേമിച്ച് കല്യാണം കഴിച്ച് എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി. നിന്നെ ഞാനും എടാ, നിങ്ങളിത് കാണുന്നില്ലടാ. നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഇവിടെ ഞാൻ അടി വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. ഏട്ടനെ വിട്ടേക്കമ്മേ. ഇവന്റെ പോലെ അടി നിനക്ക് തരുന്നുണ്ടടാ. നിന്നെ ഞാൻ
എന്റെ ഭർത്താവിന്റെ മേലെ കൈ ഓങ്ങുന്ന ശീലമൊന്നും വേണ്ട. ഞാൻ പെറ്റ എന്റെ മോനാടി അവൻ. അത് നിങ്ങളായിരിക്കും. ഇനി അതിന്റെ ആവശ്യമില്ല. ഈ കൈ ഓങ്ങുന്ന ശീലമൊന്നും ഇനി വേണ്ട. അങ്ങനെയാണോ? എന്നാ നിന്റെ മുടിയുമ പിടിച്ചേക്കാം. എനിക്കും അറിയാൻ പിടിക്കാൻ. അമ്മ വേണ്ട, ഒന്നും ചെയ്യില്ല. വിട്, വിട്. അമ്മ വേണ്ട. അമ്മ കൈവിട്, കൈവിട്. പിടിവിട്. എടാ, ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ടല്ലോ. നമ്മുടെ കാര്യം ഏകദേശം തീരുമാനമായടാ. എടാ ബാലാജി, ഒരു തവണ നമ്മൾ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ലടാ. എന്തായാലും പ്രേമിച്ച് തൊലച്ചില്ലേ, രണ്ടിലൊന്നും തീരുമാനിക്കടാ. നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. പ്രണയത്തെ വിട്ടുകൊടുക്കരുത്. എടാ ബാലാജി, നമ്മുടെ തീരുമാനം ഒരിക്കലും മാറ്റരുത്. തീരുമാനത്തിൽ മാത്രമേ ഞാനും നിൽക്കുള്ളൂ. ഇനി ഒരിക്കലും തറയെ പോലും ഞാൻ നിൽക്കില്ലടാ. നിന്റെ ഡയലോഗ് എന്തായാലും കൊള്ളാം. നീ അങ്ങോട്ട് നോക്കടാ, അവര് വഴക്കിടാണല്ലോ. നമുക്ക് നോക്കാടി. നിന്നെ പോലൊരുത്തി എന്റെ മരുമകളായിട്ട് വന്നാ എന്താ ചെയ്യാന്ന് നിനക്ക് കാണിച്ചു തരാം. നിങ്ങളെ പോലെ ഒരു അമ്മായിയമ്മ എനിക്ക് കിട്ടിയ അഹങ്കാരം മൊത്തം പുറത്തെടുത്ത് നാട്ടുകാരെ മൊത്തം കാണിച്ച് നാണം കെടുത്തു ഞാൻ. ഒന്ന് പോടി സാമ്പാറേ. നിങ്ങളെ പോലുള്ളവരോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല. പോവാ നോക്ക്. അതേടി പോവാ. അല്ലാതെ നിന്റെ കൂടെ ഞങ്ങൾ ഇവിടെ ഇരിക്കാനല്ല വന്നത്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാളവികേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇതുപോലത്തെ ആളുകളെയൊക്കെ എന്തിനാ വെറുതെ ഓഫീസിൽ കയറ്റുന്നേ? ഇവരുടെ കാശ് കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? നല്ല സൽഗുണമുള്ള പെമ്പിള്ളേരുടെ ആലോചന മാത്രമേ ഇവിടെ എടുക്കുള്ളൂ എന്ന് നീ പുറത്തു പോയൊരു ബോർഡ് വെക്ക്. ഇങ്ങനത്തെ ചീള് കേസിനെന്ന് കേറ്റരുത്. നീ വാ. ആരാ ചീള് കേസെന്നും ആരാ കക്കാൻ നടക്കുന്നേന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഒന്ന് പോടി അവിടുന്ന്. ഗീത, നീ ഒന്ന് വെറുതെ ഇരിക്കും. എന്തിനാ വെറുതെ ഇരിക്കുന്നേ? ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും വെറുതെ വിടരുത്. കൊടുക്കേണ്ടതെല്ലാം കൈയോടെ കൊടുക്കണം. എടാ, നമ്മളിനി ഇവിടെ നിൽക്കുന്നത് സേഫ് ആണെന്ന് തോന്നുന്നില്ല. അമ്മ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ വരാടാ നമുക്ക്. ഇപ്പൊ നമുക്ക് സൈലന്റ് ആയിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. ഞാനതൊക്കെ എപ്പോഴേ തീരുമാനിച്ച. ബാബാ, പേടിച്ച് എന്റെ പാന്റ് വരെ ലൂസായി പോയി. കൈ പിടിച്ചോണ്ട് പോ. അവള് നോക്കടാ. അമ്മയുണ്ടടാ. അവള് നോക്കടാ. അവള് നീ വാ. ചേച്ചി, എന്താ കുടിക്കാൻ വേണ്ടേ? ചായയാണോ കോഫിയാണോ? ചായയും കോഫി ഓർഡർ ചെയ്യാൻ ഞാനിവിടെ ഹോട്ടലിലേക്കൊന്നുമല്ലല്ലോ വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നത് പലിശ മുതലും വാങ്ങാൻ വേണ്ടിയാ. പലിശ തന്നാലും ഞാൻ വേണമെങ്കിൽ പൊക്കോളാം. വേഗം തരാം ചേച്ചി. കുറച്ച് സമയം കൊടുത്താ ഞാൻ പെട്ടെന്ന് തരാം. കുറച്ച് സമയം താട്ടെ എന്നും പറഞ്ഞ് ഇതുവരേക്കും മുതലിനേക്കാളും കൂടുതലായിട്ട് പലിശ തരാനുണ്ട് ഇപ്പോ. സമയമൊക്കെ ഒരുപാട് തന്നതല്ലേ. എന്റെ പെങ്ങടെ ലോല ഹൃദയമാ. ആ പാവേ ഒരു പെങ്കൊച്ച് കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇത്രയും നാളെ ഇളവ് തന്നതാ. പക്ഷെ ഞങ്ങൾക്കും കാര്യങ്ങൾ ഓടണ്ടേ. ഇങ്ങനെ ദയ കാണിച്ചോണ്ടിരുന്നാലേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ അപ്പുറമായിട്ട് പെരുമാറും. ചേട്ടാ, ഞാൻ തരില്ലെന്നല്ലല്ലോ പറഞ്ഞത്. ഉടനെ തന്നെ തരാം. എന്നാ പിന്നെ താ. കിട്ടിയ ഞങ്ങളങ്ങ് പോയേക്കാം. നിങ്ങൾ പെട്ടെന്ന് ഓഫീസിൽ കയറി വന്ന് മുതല് പലിശ എന്നൊക്കെ പറഞ്ഞാ ഞാൻ പെട്ടെന്ന് എവിടെ പോവാനാ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. പലിശ അടയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഡള്ളായിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും സാലറി കൊടുക്കണം, മറ്റു ചെലവുകളും ഉണ്ട്. ബിസിനസ്സിൽ ദാ ഇപ്പോഴാ കുറച്ച് പുതിയ ഐഡിയാസ് കൊണ്ടുവന്നത്. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ആയിക്കോട്ടെ. ഞാൻ ചേച്ചിയുടെ പൈസ തരാം. നീ എത്ര കഷ്ടപ്പെട്ടാണോ എനിക്ക് കാശ് തരാൻ പോകുന്നത്, അതുപോലെ ഈ കമ്പനി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതെല്ലാം എനിക്കറിയാം. നീ നിന്റെ ബിസിനസിനെ ഇപ്പൊ വലുതാക്കാൻ ശ്രമിക്കുന്നതും എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇതുവരെയുള്ള മുതലും പലിശയും ഇപ്പൊ നിനക്ക് തരാൻ പറ്റുമോ ഇല്ലയോന്ന് പറ. ഇപ്പൊ ഒരു മാസത്തെ പലിശ പോലും തരാൻ പറ്റാത്ത അവസ്ഥയിലാ ചേച്ചി. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് പലിശയൊന്നും ഒപ്പിച്ചു തരാൻ പറ്റില്ല. ശരി, നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനൊരു പരിഹാരം എന്നോണം ഞാനൊരു കാര്യം പറയാം. അത് എന്താണെന്ന് പറയൂ ചേച്ചി. അമ്മ, നമ്മുടെ തീരുമാനം എന്താന്ന് പറഞ്ഞു കൊടുക്കും. അത് വേറൊന്നും അല്ല മാളവികേ. നീ ഈ ഓഫീസ് തുറക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങിയതല്ലേ. പലിശ പോലും അടയ്ക്കാനായിട്ടില്ല. ശരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഈട് വച്ചിട്ടേ പണം കടം കൊടുക്കാറുള്ളൂ. നിനക്ക് മാത്രമാ മുദ്രപത്രത്തിൽ സൈനിട്ട് വാങ്ങി പലിശയ്ക്ക് പണം തന്നത്. എന്നിട്ട് പലിശ പോലും തരാൻ പറ്റാത്ത അവസ്ഥയില്. ഈടായിട്ട് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ അത് എടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റാത്ത അവസ്ഥയിലല്ലേ. നീ താമസിക്കുന്ന വീടാണെങ്കിൽ വാടക വീട്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഉള്ളതേ ദാ ഈ കാണുന്ന ഓഫീസാ. അതുകൊണ്ട് ഈ ഓഫീസിൽ ഇനി മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാന്നേ. നിങ്ങള് നോക്കിക്കോളാന്നോ? മനസ്സിലായില്ല. അല്ലമ്മേ, അമ്മ മര്യാദയ്ക്ക് ഇവൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? അമ്മ പറഞ്ഞതൊന്നും ഇവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അത് വേറൊന്നുമല്ല മാളവികെ, നിന്റെ ഈ ഓഫീസ് ഇന്നു മുതല് ഞങ്ങള് നോക്കി നടത്തിക്കോളാം. നീ എനിക്ക് തരാനുള്ള മുതലും പലിശയും എല്ലാം തന്ന് തീർക്കുന്നത് വരെ ഞങ്ങൾ ഈ ഓഫീസിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തോളാം. അങ്ങനെ നിന്റെ ഈ കമ്പനിയിലെ ലാഭം കിട്ടുന്നത് കൊണ്ട് എനിക്ക് കിട്ടാനുള്ള മുതലും പലിശയും ഞാൻ എഴുതിയെടുത്തോളാം. അതിന് വേണ്ട എല്ലാ രേഖകളും ഉണ്ടാക്കി നീ ഒപ്പിട്ട് അവിടെ വെക്ക. നമുക്ക് എല്ലാവർക്കും കൂടി ആടിപ്പാടി ഓഫീസ് നടത്താം. നിന്റെ കടവും തീർന്നോളും, ഞങ്ങൾക്ക് കിട്ടാനുള്ള പലിശയും കിട്ടും. ഇതിലും നല്ല ഓഫർ നിനക്ക് എവിടുന്ന് കിട്ടാനാ? ചേച്ചി, ദയവ് ചെയ്ത് എന്നോട് അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയത് ഈ ഓഫീസ്. എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടായാലും ഇത് നല്ലോണം നടത്തിക്കൊണ്ട് പോണെന്നാ എനിക്ക്. ചേച്ചി, ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറല്ലേ ചേച്ചി. ഇതെന്റെ കുഞ്ഞിനെ പോലെ ഞാൻ കാണുന്നത്. എനിക്ക് എന്റെ മുതൽ എന്റെ അമ്മയെ പോലെ, പലിശ എന്ന് പറയണത് എന്റെ മക്കളെ പോലെയും. എന്റെ അമ്മേനെയും മക്കളെയും നിന്റെ അടുത്ത് വിട്ടിട്ട് പോയാ നീ ഒന്ന് ആലോചിച്ചേ, ഞാനൊരു അനാഥയായിട്ട് ജീവിക്കണ്ടേ? പെറ്റ അമ്മയും മക്കളും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കാനാ? അതുകൊണ്ട് എന്റെ അമ്മയും മക്കളും താമസിക്കുന്നിടത്തേക്ക് ഞാനും കൂടി വന്നൊന്ന് താമസിക്കുന്നതേ ഉള്ളൂ. പ്ലീസ് ചേച്ചി, ദയവ് ചെയ്ത് ഈ ഓഫീസ് മാത്രം എന്നോട് ചോദിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ചേച്ചിയുടെ പലിശ തന്ന് തീർത്തോളാം. മുഴുവൻ പൈസ ഞാൻ തരാം ചേച്ചി. നീ ഇതെങ്ങോട്ട് പോവാ? അവിടെ മാളവിക ചേച്ചീനെ അവരെല്ലാവരും കൂടി ഭീഷണിപ്പെടുത്ത. എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ചേച്ചി അവിടെ കരഞ്ഞോണ്ട് അപേക്ഷിക്കുന്ന കണ്ടില്ലേ? അവരെന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഞാൻ പോയി എന്താന്ന് നോക്കാം. വേണ്ട ഗീത, നീ പോവണ്ട. അവര് മോശം ആൾക്കാരാ. ഞാനും അത്ര നല്ല ആളൊന്നും അല്ല. നിക്ക്. ഗീത, 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 ഒന്നിങ്ങോട്ട് നോക്കിയേ. ഞങ്ങള് വലുതെന്തോ പറഞ്ഞ രീതിയിൽ കണ്ണീര് കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മുതലും തരാതെ പലിശ തരാതെ നിൽക്കുമ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കാര്യം നിങ്ങളോട് പറയുന്നതിൽ തെറ്റെന്താ? ഞങ്ങള് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ലല്ലോ. അതോ കമ്പനി പൂട്ടി പോകാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. നീ ഏതൊരു മൂലയ്ക്ക് പോയി കസേരട്ടിരുന്നോളൂ. നിനക്ക് നിന്റെ ജോലി ചെയ്യാമല്ലോ. നീ ഇട്ടേച്ച് പോയി കഴിഞ്ഞാ ഈ ജോലിയൊക്കെ ആരാ കൊച്ച ചെയ്യുന്നേ? ഞങ്ങളെ ദിവസവും വരുന്ന ലാഭം നോക്കിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് നിനക്ക് തരാവുന്നേ. പ്ലീസ് ചേട്ടാ, അങ്ങനെയൊന്നും എന്നോട് ചെയ്യില്ല. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. എന്താ ഇവിടെ പ്രശ്നം? അത് ചോദിക്കാനും മാത്രം നീ ആരടി? ഇറങ്ങി പോടി ഇവിടുന്ന്. ഇവിടെ സംസാരിക്കുന്ന കണ്ടില്ലേ? ഹെഡേക്കേറി വന്നിരിക്കവള്. കൊന്നു കളയും ഞാൻ നിന്നെ. മാറി പൊക്കോ ഇവിടുന്ന്. ഇങ്ങോട്ട് നോക്ക്. എന്റെ അടുത്ത് ഒച്ച എടുത്ത് സംസാരിക്കണ്ട. എന്താ ഇവിടെ നടക്കുന്നേ? എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നേ? ഗീത, നീ അവിടേക്ക് ചെല്ല്. ഇത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെയല്ല ചേച്ചി. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ പൊക്കോ, ഞാൻ സംസാരിച്ചോളാം. അത് ചെല്ല്. നിനക്കെന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ഇറങ്ങി പോടി പുറത്ത്. നീ ആദ്യം ഒന്ന് ചെല്ല് ഗീത, പറയുന്നത് കേൾക്ക്. ആ വാതിലങ്ങ് അടച്ചിട്ടേക്ക്. കണ്ണിക്കണ്ടവര് വലിഞ്ഞു കയറി വരുന്നത് കണ്ടില്ല? ചേച്ചി, ചേച്ചി, പ്ലീസ് ചേച്ചി, ഈ ഓഫീസ് എനിക്ക് തന്നേക്ക് ചേച്ചി.
ഇതൊന്നും ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഈ ഓഫീസ് വലിയൊരു ഓഫീസാക്കി മാറ്റണമെന്നായിരുന്നു എനിക്ക്. ഇപ്പൊ വന്നിട്ട് ഈ ഓഫീസ് എഴുതി തരണമെന്ന് പറഞ്ഞ എങ്ങനെയാ ചേച്ചി? നിനക്ക് വേറെ വഴിയില്ലല്ലോ. മര്യാദയ്ക്ക് എഗ്രിമെന്റ് എഴുതി അതിൽ ഒപ്പിടാൻ നോക്ക്. ഞാനിത്ര മര്യാദ കാണിക്കുന്നില്ലേ, അപ്പൊ എന്നോടും കാണിക്കണ്ടേ മര്യാദ? ശരിയല്ലേ? ദേ നോക്കിക്കേ, നിനക്ക് നല്ലൊരു കാര്യം തന്നെയല്ലേ ഞങ്ങളിപ്പോ പറഞ്ഞത്. ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നിന്റെ ഓഫീസിലെ സ്റ്റാഫിനെ വിളിക്ക്. ഈ മുദ്രപത്രമൊക്കെ എഴുതുന്നവൻ ഉണ്ടാവില്ലേ, അവനെ ഒന്ന് വിളിച്ചേ. ശ്യാമളമ്മ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നോക്കോച്ചേ, ഞങ്ങൾ ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന മാളവികയെ. ഞങ്ങളൊക്കെ മനസാക്ഷിയില്ലാത്തവരാണെന്നാണോ വിചാരിച്ചേ? ഞങ്ങൾ നിന്നെ കഴുത്തെ പിടിച്ച് പുറത്താക്കാനൊന്നും നോക്കിയില്ലല്ലോ. ഇനി മുതൽ അങ്ങോട്ട് ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ലാഭങ്ങളൊക്കെ നോക്കാനായിട്ട് ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ കൺമുമ്പിലേ ഇനി ഇതെല്ലാം നടക്കും. വരുന്ന ലാഭത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരാനുള്ളത് ഞങ്ങൾ അങ്ങ് എടുക്കും. അങ്ങനെ അങ്ങ് എഗ്രിമെന്റ് എഴുതാം. അത്രേ കാര്യമുള്ളന്നേ. ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്. നോക്കോച്ചേ, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാവെന്ന് വെച്ചാ അവനെങ്ങ് വിളിക്കും. അവന്റെ പേരെന്തായിരുന്നു? രമണൻ. ഞാൻ വിളിക്കാം. അതെ, ഇവിടെ രമണനാരാ? ഞാനാ സാർ. ഓ, നീയാണോ? അകത്തേക്ക് വാ. അതെ, ഇന്ന് മുതല് ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ലാഭവും അക്കൗണ്ട്സും ഒക്കെ എന്റെ പെങ്ങള് കനകരത്നത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും. ഞങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള മുതലും പലിശ എല്ലാം ചേർത്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരേക്കും ഈ കമ്പനിയുടെ എല്ലാ മേൽനോട്ടവും ഞങ്ങൾക്കായിരിക്കും. വരുന്ന ലാഭത്തിൽ നിന്ന് ഞങ്ങളുടെ വിഹിതം ഞങ്ങൾ എടുത്തിട്ട് അത് പലിശ കാശിന്ന് അങ്ങ് കുറച്ചു തരും. അപ്പൊ ഈ പറഞ്ഞതുപോലെയൊക്കെ മൊത്തത്തിലൊരു പേപ്പറിൽ എഴുതിയിട്ട് വേഗം റെഡിയാക്കി കൊണ്ടുപോവാ. ഈ മാളവിക മേഡം ഒപ്പിട്ട് തരുകയും ചെയ്യും. എന്താ മാളവിക മേഡം, ഓക്കെ അല്ലേ? മാഡം. രവണോ, നിന്റെ മേഡം പറയാനുള്ളത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും നിന്റെ മേഡം ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ. നീ വല്ലതും കേട്ടാ? നിന്റെ മേഡമായിട്ട് എല്ലാം സംസാരിച്ചാടാ മോനെ. ചെല്ലേ, വേഗം പോയി എഗ്രിമെന്റ് റെഡിയാക്കി കൊണ്ടുവാ. മാഡം. എന്തോ നാടാ ഈവനൊരു രമണ, നീ നിന്റെ ആത്മാർത്ഥതയൊക്കെ നല്ലപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ നാളെ തൊട്ട് ആ ആത്മാർത്ഥത എനിക്ക് കാണിച്ചു തരണം. പോയിട്ട് എഗ്രിമെന്റ് ഒക്കെ റെഡിയാക്കിയിട്ട് വാ. മാളവിക, നീ അവനോടൊന്ന് പറയ. പാവം, നിന്നോട് ഒത്തിരി ആത്മാർത്ഥതയുണ്ട്. നാളെ മുതല് എന്നോടും കാണിക്കേണ്ടതാണല്ലോ. പൊയ്ക്കോ രമണ, പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് നീ വാ. ഇങ്ങോട്ട് താ, നിനക്ക് പോവാം. മോളെ മാളവികെ, നീ വേഗം ഒപ്പിടാൻ നോക്ക്. അങ്ങോട്ട് ഇട് മോളെ. ഇനിയിപ്പൊ ഞാനും കൂടി ഒപ്പിടണം അല്ലേ? ആ, ക ന ക രാ തനം.
ആ ചേട്ടാ, ആ ഈ എഗ്രിമെന്റ് ഒക്കെ നമ്മുടെ കയ്യിലിരിക്കട്ടെ. അപ്പോ താങ്ക്സ് മാളവികെ. അപ്പൊ ഇന്നത്തെ ദിവസം തൊട്ട് ഞങ്ങളാണ് ഈ കമ്പനിയുടെ ഓണർ. അപ്പൊ നാളെ മുതൽ ഞങ്ങളും കൂടി ഇവിടെ ഇരുന്ന് എല്ലാ കണക്കുകളും നോക്കിക്കോളാം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ, നീ നോക്കിക്കോ. മുതലും പലിശയും എല്ലാം നമുക്കുണ്ടാക്കാന്നേ. ശരി, നമുക്ക് വിട്ടാലോ? നമുക്ക് പുറത്ത് ചെന്ന് എല്ലാവരോടും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അവരും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ഇനി മുതൽ ഈ കമ്പനിയുടെ ഓണർ നമ്മളാണെന്ന്. നമുക്ക് എല്ലാവരെയും പോയി ഒന്ന് കണ്ടേച്ചും വരാം. ഏയ് മാളവികെ, നീയും വാ. യുവർ അറ്റൻഷൻ പ്ലീസ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും എന്റെ പെങ്ങള് കനകരത്നം അവറുകൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം. പറ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്നെ അറിയാന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് കനകരത്നം. ഇന്നലെ വരെ ഈ കമ്പനി ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ നിമിഷം മുതല് ഈ കമ്പനിയുടെ ഓണർ ഈ ഞാനാണ്. Yeah.